കക്കാട് ദേശീയപാതയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം 15ഓളം പേർക്ക് പരിക്കുപറ്റിയെന്നാണ് ലഭിക്കുന്ന വിവരം. വിവരങ്ങളുമായി പ്രകാശ് ചേരുന്നു. പ്രകാശ്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? പ്രകാശ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഷിജി, ദേശീയപാത കക്കാട് ജംഗ്ഷനിൽ രാവിലെ 9:30 കൂടിയാണ് അപകടമുണ്ടായത്. സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. രാവിലെ സമയമായതിനാൽ കൂടുതലും വിദ്യാർത്ഥികളായിരുന്നു. 15ഓളം പേർക്കാണ് അപകടത്തിൽ പരിക്ക് പറ്റിയത്. അപകടത്തിൽ കൂടുതലും വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഒരു സ്ത്രീക്ക് കാര്യമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. പരിക്ക് പറ്റിയവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലും തിരുവനങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ കൂടുതലും വിദ്യാർത്ഥികളായിരുന്നു. ഒരു സ്ത്രീയുടെ നില ഗുരുതരമാണ്. അപകടത്തെ തുടർന്ന് കക്കാട് ജംഗ്ഷനിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചെങ്കിലും പോലീസും നാട്ടുകാരും ചേർന്ന് ഗതാഗതം നിയന്ത്രിച്ച് പുനഃസ്ഥാപിക്കുകയായിരുന്നു. അതേസമയം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കക്കാട് ജംഗ്ഷനിൽ അശാസ്ത്രീയമായാണ് ഡിവൈഡറുകൾ സ്ഥാപിച്ചതെന്ന് നേരത്തെ നാട്ടുകാരടക്കം പരാതി പറഞ്ഞിരുന്നു. ഡിവൈഡറുകൾ സ്ഥാപിച്ച അതിനുശേഷം 20ഓളം അപകടങ്ങൾ കക്കാട് ജംഗ്ഷനിലായി നടന്നിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നും അധികൃതർ നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരടക്കം ഗവനിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. നിലവിൽ അപകടം പറ്റിയ വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് പോലീസും നാട്ടുകാരും ചേർന്ന് നീക്കം ചെയ്യുന്നു. ശരി പ്രകാശ്. യാതൊരു